ഹലോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇടാറില്ല. എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡിറ്റാക്കാൻ ടൈം കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടില്ല, ഒരുപാട് ദിവസമായി. അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞാൻ്റെ അവിടെ പോയിട്ടാകുമ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പം ഞാൻ നോക്കുന്ന ചെടികളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇത് ഇവിടെ ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ ചെടികളെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയാത്തത് കൊണ്ട്, കൂടുതലല്ല ഒന്നും എനിക്കറിയത്തില്ല. നമ്മുടെ നാട്ടിൽ കാണുന്ന ചെമ്പരത്തിപ്പൂ, കൊണ്ടപ്പൂ, അപ്പോൾ ഇതൊക്കെ എനിക്ക് ചെടികളെ പറ്റി അറിയും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഈ പേരൊക്കെ കുറച്ചൊക്കെ കിളിയ പറഞ്ഞെന്ന്, ബാക്കിയൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാൻ ഗൂഗിളിൽ സെർച്ചാക്കി എടുത്തതാണോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ദിവസമായി ഞങ്ങൾക്ക് ഇതൊന്ന് എഡിറ്റാക്കാൻ ഞാൻ പണിപെടുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് വിചാരിക്കേണ്ട, ഇതിൽ അത്ര വലിയ കാര്യമൊന്നും കാണുന്നില്ലല്ലോ. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് ചെയ്തതുകൊണ്ടായിരിക്കും ഞാൻ കുറേ ദിവസമായി ഞാൻ ഇതൊന്ന് എഡിറ്റ് ആക്കുന്നത്. അപ്പം നമ്മൾ ഈ മുൾച്ചെടികളെ പൊതുവേ പറയുന്നതാണ് കാക്ടസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യം കാണിച്ച കുഞ്ഞു മുൾച്ചെടി, അതാണ് നമ്മളെ കാക്ടസിൻ്റെ കുഞ്ഞു ചെടിയാവോ. അതിൻ്റെ ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അതിൻ്റേതായ പേരുകളുണ്ടാവോ. വായക്ക് കൊള്ളാത്ത പേരുകളാണ്. മഡഗാസ്കാർ പാമെന്നാണ് ഈ ഒരു ചെടീൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ വിത്ത് വീണിട്ട് ഇൻ്റർലോക്കിൽ മൊത്തം മുളച്ച് വന്നതാണ് ഈ കുഞ്ഞു ചെടി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ആദ്യം തൊട്ട ചെടി ഈ മുരിങ്ങാക്കൊമ്പ് പോലത്തതല്ല, മറ്റു ചെടിയാണെന്നില്ല, അതാണ് നമ്മൾ ആന്തൂര്യം എന്ന് പറയുന്ന ചെടിയാവും. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണിത്. അതെന്ന് പറഞ്ഞത് അലങ്കാര ചെടിയാണ്. നല്ലൊരു ഫ്ലവറാണ് അതിലുള്ളത്. ലില്ലി പോലത്തെ നമ്മളെ ലില്ലി പോലത്തെ സംഭവമാണ്, ഫ്ലവറാണ്. നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. പിന്നെ ഇത് അഡീനിയം എന്ന് പറയുന്ന ചെടി. അപ്പം അഡീനിയം എന്ന് പറയുന്ന ചെടി എന്താണെന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ പറഞ്ഞത് ഒരു വർഷം മുഴുവനും ഫ്ലവർ പിടിക്കുന്ന ചെടിയാണ് അഡീനിയം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഇതിലൊരു ഫ്ലവർ പോലും ഇല്ലല്ലോ എന്ന്. അപ്പോൾ നിങ്ങളും അത് വിചാരിക്കുന്നുണ്ടാവല്ലേ, അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയത്തില്ലാവോ. നമ്മളെ കൊണ്ടപ്പൂ, നമ്മൾ കാസർഗോഡ് ഭാഷയിൽ പറയുന്ന കൊണ്ടപ്പൂ പോലത്തെ പൂവാണ് ഇതിൽ പിടിക്കുന്നത്. കളർഫുള്ള് കടുംചുവപ്പ്, മഞ്ഞ, ഇതുപോലത്തെ കളർഫുള്ള് ഫ്ലവറാണ് അതിൽ പിടിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഈ മുരിങ്ങാക്കൊമ്പ് പോലത്തെ ചെടീനെ പറയുന്നതാണ് ആഫ്രിക്കൻ സ്പിയർ പ്ലാന്റ് എന്ന്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് പറയുന്നൊരു പേരാണോ, അല്ലാതെ നമ്മളതിന് സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അഗ്ലോണിമ എന്ന് പറയുന്ന ചെടി. അപ്പോൾ കുറേ നമ്മൾ അലങ്കാരത്തിന് ഉപയോഗിക്കുന്നൊരു ചെടിയാണ് അഗ്ലോണിമ എന്ന് പറയുന്നത്. അപ്പോൾ അഗ്ലോണിമ നമ്മൾ സെർച്ചാക്കി നോക്കുമ്പോൾ കാണുമ്പോൾ അതിൻ്റെ ഒരുപാട് വെറൈറ്റി ചെടികൾ, മൊത്തത്തിലൊരു കോമൺ ആയിട്ടുള്ളൊരു പേരാണ് അഗ്ലോണിമ എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് നമ്മളെ കാക്ടസിൽ പെട്ടൊരു ചെടിയാണോ. അപ്പോൾ ഇത് ഇവിടെ ഒരു 15 വർഷത്തോളമായി എന്നാണ് അളിയ പറയുന്നത്. പിന്നെ നമ്മൾ ഈ സൈക്കസ് റെവലൂട്ട എന്ന് പറയുന്ന ഈ ചെടി ഒരു അലങ്കാര ചെടിയാണ്. നമ്മളെ തോട്ടങ്ങളിലൊക്കെ അലങ്കാരത്തിന് വേണ്ടി വെക്കുന്ന ചെടിയാണ്. കാണുമ്പോൾ പന പോലെ ഉണ്ടെങ്കിലും അത് പനയല്ല, ഒരു അലങ്കാര ചെടിയാണ്. പിന്നെ നമ്മൾ ഈ ചെടിയാണ് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാകുമ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ചെടി എന്ന് പറയും. ബട്ട് അതിൻ്റേതായ പേരുണ്ട്, ഹൈലോസെറിയസ് അൻഡാറ്റസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പം വായിക്ക് വരാത്ത ഒരുപാട് പേരുകളാണ്. ഇതൊക്കെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയതാണവോ. പിന്നെ ഇതാ കാണുന്നതും നമ്മളെ കാക്ടസിൽ പെട്ട ചെടിയാണ്. അപ്പോൾ ഇവിടെ അധികവും കാക്ടസും അഗ്ലോണിമയൊക്കെയാണ് ഇവിടെ അധികവും ഉള്ളത്. അപ്പോൾ നല്ല അലങ്കാര ചെടിയാണ് നമ്മളെ കാക്ടസും അഗ്ലോണിമയൊക്കെ. അപ്പോൾ ഇത് നമ്മൾ അഗ്ലോണിമയിൽ പെട്ട ഒരു ചെടിയാണോ, നമ്മളെ വൈറ്റ് ഡോട്ട് വന്നതും പിന്നെ വൈറ്റ് ലൈൻ വന്നതും. ഒരുപാട് അഗ്ലോണിമ ചെടികളുണ്ട്, വെറൈറ്റി ഉണ്ട്, ഒരുപാട് ടൈപ്സ് ഉണ്ട്. അതൊക്കെ അഗ്ലോണിമ നമ്മൾ അടിച്ച് കൊടുത്താലും നമുക്കതിൽ കാണും. ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റേതായ പേരുകൾ. പിന്നെ ഈ കാണുന്ന നമ്മളെ വൈറ്റ് ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നൊരു ചെടിയാവോ. അപ്പോൾ ഇത് അവിടെ വൈറ്റ് കാണുന്നത് കൊണ്ടാണ് അതിന് ആ പേര് വന്നത് എന്താണ് എന്നോട് ഇളയ പറഞ്ഞത്. പിന്നെ ഇത് നമ്മളെ പീസ് ലില്ലി എന്ന് പറയുന്ന ചെടിയാണ്. അപ്പം അതിൻ്റെ ഫ്ലവർ ഒരു സർപ്പത്തിൻ്റെ രൂപം പോലെയാണെന്നുകൊണ്ട് എൻ്റെ ഏട്ടത്തി ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് സർപ്പകന്യക എന്നാണെന്ന്. അപ്പം ഞാനത് ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി, എനിക്ക് അതുപോലത്തെ ഒരു പേരും അതിൽ കിട്ടിയില്ല. പീസ് ലില്ലി എന്നാണ് എനിക്ക് ഒടുവിൽ കിട്ടിയത്. പിന്നെ ഇതൊക്കെ നഴ്സറിയാണ്, നഴ്സറി ചെടികളാണ്. പിന്നെ ഈ കാണുന്നത് നമ്മളെ മൾബറിയാണ്, നമ്മളെ ബ്ലാക്ക് മൾബറിയാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ അഗ്ലോണിമയിൽ പെട്ട ചെടികളാണോ. ഈ ലൈന് വരുന്നതൊക്കെ, അല്ലാതെ വേറെ എന്തെങ്കിലും ആണോ എന്നൊന്നും നമുക്കറിയത്തില്ല. അഗ്ലോണിമ എന്താണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പറയുന്നത് ഇവിടെ ഒരുപാട് ചെടികളുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെടികളുണ്ട്. പേരറിയുന്നതും പേരറിയാത്തതുമായ ഒരുപാട് ചെടികൾ ഉള്ളിലുണ്ട്. ഈ വീടിനകത്തുണ്ട് പുറത്തുമുണ്ട്. പിന്നെ ഈ കാണുന്ന നമ്മൾ ചെടികൾക്ക് ഇടുന്ന വളമാണോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ ചോദിച്ചറിഞ്ഞിട്ട്
കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അറിയത്തുമില്ല. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ കണ്ടെത്തിയതും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന ചെടികളുടെ വിശേഷങ്ങളോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.